welcome back to RKNext. This is me Adira. NMMS എക്സാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. NMMS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാമല്ലേ NMMS എന്ന് പറഞ്ഞാൽ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ആണ്. അതായത് 48,000 രൂപ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം അല്ലേ? ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു NMMS എക്സാമിന്റെ ആ ഒരു സ്കോളർഷിപ്പ് എക്സാം വരുന്ന മന്ത് എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പല കുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണെന്ത്, അപ്പോഴല്ലേ എക്സാം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ, ഇപ്പൊ ജൂലൈ മന്ത് ആയിട്ടല്ലേ ഉള്ളൂ എന്നുള്ളത് അല്ലെ? പലരുടെയും ചിന്തയാണെന്ത്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് സമയം ഇനി ഉണ്ടല്ലോ, അപ്പൊ പിന്നീട് പഠിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ചാൽ പോരാ. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ തന്നെ LSS എക്സാം അതുപോലെ തന്നെ USS എക്സാം ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. ചില ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മുടെ NMMS എക്സാം 48,000 രൂപ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് കാഠിന്യമുണ്ട്. കാരണം കേരളത്തിലെ ഓരോ ജില്ലയിലെയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ആനുപാതികം അനുസരിച്ചാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും കുട്ടികളുടെ അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലും NMMS വിജയികളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. അത് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ LSSും USSും പോലെയല്ല നമ്മൾ NMMS എക്സാം എഴുതുന്നത്. കാരണം എന്താണ്, ഇതിനൊരു വൈഡ് സിലബസ് ആണുള്ളത്. സാധാരണ LSSനും USSനും സിലബസ് എന്ന് പറയുന്നത് എന്താണ്, ആ എക്സാമിന്റെ ഡേറ്റ് എന്നാണോ അന്ന് വരെയുള്ള സിലബസ് മാത്രം പഠിച്ചാൽ മതി അല്ലെ? അന്ന് വരെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ നമ്മുടെ NMMS എക്സാമിന് അങ്ങനെയല്ല. മുഴുവൻ സിലബസ്, 8ാം ക്ലാസ്സിന്റെ മുഴുവൻ സിലബസും നിങ്ങൾക്ക് NMMS എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നോക്കാം. 3473 എന്നൊരു സംഖ്യ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനൊരു കാരണമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ഓരോ ജില്ലയിലെയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഓരോ ജില്ലയിലും NMMS വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ടോട്ടൽ കേരളത്തിൽ നിന്നും 3473 കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതിലൊരാളാവണം നിങ്ങൾ എന്നുണ്ടെങ്കിൽ വളരെ കൃത്യനിഷ്ഠമായി നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെ? അത്രയും എഫേർട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അപ്പൊ ഒരുപാട് കുട്ടികൾ, ഒരുപാട് സ്കൂളുകൾ ഉണ്ട് കേരളത്തില്. പക്ഷെ ഈ എല്ലാ ജില്ലകളിൽ നിന്നും ആകെ കിട്ടുന്നത്, ആകെ സെലക്ട് ആവുന്നത് 3473 കുട്ടികളാണ്. അപ്പൊ അതിന്റെ ഒരു വിശകലനമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് വൈസ് നമ്പർ ഓഫ് സെലക്ടഡ് സ്റ്റുഡൻസ് NMMS 2025-26. നോക്കൂ, ഇവിടെ ഓരോ ജില്ലയിലെയും സെലക്ടഡ് കുട്ടികളുടെ എണ്ണമാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യത്തിലോ, ഓരോ ജില്ലകളുടെ പേരുണ്ട്, കട്ട് ഓഫ് ഉണ്ട്, സ്റ്റുഡൻസ് എത്ര കുട്ടികളെ സെലക്ട് ആയിട്ടുണ്ട് എന്നുണ്ട്. നോക്കാം നമുക്ക്. തിരുവനന്തപുരത്ത് 254 കുട്ടികളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷേ 254 കുട്ടികൾ മാത്രമാണ് NMMS എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. കട്ട് ഓഫ് 123 ആയിരുന്നു. കൊല്ലത്ത് 258 കുട്ടികളാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. 126 ആണ് കട്ട് ഓഫ്. ആലപ്പുഴ 202 കുട്ടികളാണ് സെലക്ട് ആയിട്ടുള്ളത്. അതിൽ 122 ആണ് കട്ട് ഓഫ്. പത്തനംതിട്ടയാകട്ടെ 133 സ്റ്റുഡൻസ് ആണ് സെലക്ട് ആയിട്ടുള്ളത്. 125 ആണ് കട്ട് ഓഫ്. കോട്ടയത്ത് 154, കട്ട് ഓഫ് 112. ഇടുക്കിയിൽ 93 കുട്ടികൾ, വെറും 93 കുട്ടികൾ, 120 ആണ് കട്ട് ഓഫ്. എറണാകുളം 278 കുട്ടികളാണ് സെലക്ട് ആയിട്ടുള്ളത്. അതിൽ 123 ആണ് കട്ട് ഓഫ്. തൃശ്ശൂർ നോക്കുമ്പോൾ 289, 130 ആണ് കട്ട് ഓഫ്. പാലക്കാട് 257, 129 ആണ് കട്ട് ഓഫ്. മലപ്പുറം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതുമായിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ആണ് മലപ്പുറം. അവിടെ 412 കുട്ടികൾ സെലക്ട് ആയിട്ടുണ്ട്. 141 ആണ് കട്ട് ഓഫ്. അപ്പൊ കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ കട്ട് ഓഫും കൂടും. അപ്പൊ സെലക്ഷന് അത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഇനി കോഴിക്കോട് 327 കുട്ടികളാണ് സെലക്ട് ആയിട്ടുള്ളത്. 138 ആണ് കട്ട് ഓഫ്. വയനാട് 98 കുട്ടികളാണ് സെലക്ട് ആയിട്ടുള്ളത്. 116 ആണ് കട്ട് ഓഫ്. കണ്ണൂർ 282 ആണ്
സെലക്ടഡ് കുട്ടികളുടെ എണ്ണം 131 കട്ട് ഓഫ്. കാസർഗോഡ് 127 കട്ട് ഓഫ്, 236 സെലക്ടഡ് കുട്ടികളുടെ എണ്ണം. അപ്പൊ ഈ എണ്ണം ഒക്കെ കൂട്ടി നോക്കുമ്പോൾ 3473. അപ്പോൾ ടോട്ടൽ നമ്മുടെ NMMS എക്സാം എഴുതാൻ സാധിക്കുന്നത് ഒരുപാട് കുട്ടികൾക്ക് സാധിക്കും. പക്ഷെ സെലക്ട് ആവുന്നത് 3473 കുട്ടികൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ പല കുട്ടികൾക്കും അറിയേണ്ട ഒരു കാര്യം, ഇതിനായിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ഒരു സ്ട്രക്ചർ വേണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് NMMS എക്സാം സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. 48,000 രൂപ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെക്കോർഡിംഗ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, വീക്ക്ലി ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ RK Next നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ.